നാളെ രാത്രി കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലിൽ നിനക്ക് മാലിയിലേക്ക് പോവാം. ആഡംബര കപ്പലിൽ തന്നെയാ നിനക്ക് ഞാൻ യാത്ര ഒരുക്കിയിരിക്കുന്നത്. വളരെ സന്തോഷം. ഇന്ന് പകൽ കൂടി ഞാൻ ഇവിടെ കഴിഞ്ഞു കൂടിക്കൊള്ളാം. ரொம்ப താങ്ക്സ് മാഡം. പോകുന്നതിന് മുൻപ് നിനക്കൊരു ജോലി കൂടി ബാക്കിയുണ്ട്. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്കിവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി. 2 മണിക്ക് നിന്നെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വരും. ആ വണ്ടി വരണമെങ്കിൽ ഇന്ന് രാത്രി നീ മംഗലശ്ശേരി കയറണം. ആ പെണ്ണാണോ ടാർഗറ്റ്? അവളെ തീർത്തിട്ട് പോകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അവള് വെറും കളയല്ലേ. ചെടി പിഴുതാൽ കള ചവിട്ടി കളയാവുന്നേ ഉള്ളൂ. എന്നാ പറ, പിന്നെ ആരാ? സഞ്ജുവിനെയും അവന്റെ പെണ്ണിനെയും നീ തീർക്കണം. എല്ലാ സൗകര്യങ്ങളും നിനക്ക് ഞാൻ ഒരുക്കി തരും. എങ്കിൽ രണ്ടിനെ ഞാൻ തീർത്തിരിക്കും. ഇന്ന് വരെ ഞാൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ പിഴച്ചു പോയിട്ടേ ഉള്ളൂ. ഇതിൽ തോറ്റാൽ പിന്നെ കവിതയുണ്ടാവില്ല. ഇതെന്റെ ഒറ്റയാൾ പോരാട്ടോ. ഇന്ന് രാത്രി അത് സംഭവിച്ചിരിക്കും മാഡം. കാര്യങ്ങൾ കഴിയുമ്പോൾ 10 ലക്ഷം രൂപ നിന്റെ കയ്യിൽ വരും. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ നിനക്ക് തിരിച്ചു വരാം. മംഗലശ്ശേരി ഗ്രൂപ്പ്സ് ഇനി കവിതയുടെ കൈകളിലാവും. അപ്പോ നിന്റെ ആവശ്യം എനിക്കുണ്ട്. മേഡം ധൈര്യം അയപ്പിക്കോ. മേഡം എന്താഗ്രഹിച്ചോ അത് ഈ ജാക്കി നടത്തി തന്നിരിക്കും. ശരി, രാത്രി വരെ നീ വെയിറ്റ് ചെയ്യണം. താങ്ക്സ് മാഡം. ഓക്കെ. നീ കാത്തിരുന്നോ. നിന്നെ ഞാൻ അയക്കാൻ പോകുന്നത് മാലിയിലേക്കല്ല, മരണത്തിലേക്കാ. മരണത്തിലേക്ക്. അവളോട് സംസാരിച്ചിട്ടാണോ നിങ്ങൾ വന്നത്? ചേച്ചിയോട് സംസാരിക്കാനല്ല, ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞങ്ങൾ വന്നത്. മോളുടെ ആത്മവിശ്വാസമൊക്കെ കൊള്ളാം. നിങ്ങളുടെ ഓരോ വരവും അവളിലുണ്ടാക്കുന്ന വികാരം മനസ്സലിവല്ല, വാശിയ. ഇവൾക്ക് സ്വാതിയോട് സംസാരിക്കാനുണ്ടെന്ന് നിങ്ങൾ പറയുന്ന അതിനവൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഇവിടെ ഞങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല. ലച്ചു ചെല്ല്. നിങ്ങൾ കയറിയോ. ചേച്ചി നിക്ക്, ചേച്ചി പോവരുത്. ചേച്ചി എന്നോട് ആവശ്യപ്പെട്ടത് എന്തോ അത് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഇനി ചേച്ചിക്ക് എനിക്കെതിരെ മുഖം തിരിക്കാനാവില്ല. ചേച്ചി എല്ലാവരുടെയും മുന്നിൽ വെച്ചാ എനിക്ക് സംസാരിക്കാനുള്ളത്. ചേച്ചി വാ വാ. മംഗലശ്ശേരിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ചേച്ചി എന്നോടൊന്ന് ആവശ്യപ്പെട്ടത് ഞാൻ ഡോക്ടറുമായുള്ള വിവാഹത്തിന് സമ്മതിക്കണമെന്നായിരുന്നില്ലേ? ഡോക്ടറെയും കൂട്ടി ഞാനിപ്പോ വന്നിരിക്കുന്നത് ചേച്ചി ആവശ്യപ്പെട്ട കാര്യം ഞാൻ സമ്മതിച്ചെന്ന് ബോധ്യപ്പെടുത്താനാണ്.
ലച്ചു എന്നെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാ വിവാഹത്തിന് സമ്മതം പറഞ്ഞത്. ഞാൻ ആ വിവരം അപ്പൊ തന്നെ എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു. ലച്ചു അമ്മയോട് സംസാരിച്ചു. കേട്ടപാടെ വിവാഹം ഉറപ്പിക്കാൻ അമ്മയും മുത്തശ്ശനും മംഗലശ്ശേരിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. വിവാഹ ജീവിതം തന്നെ വേണ്ടെന്ന് കരുതിയത് ചേച്ചിയുടെ ഭർത്താവ് എന്റെ മനസ്സിലുണ്ടെന്ന് ചിന്തിച്ചിട്ടൊന്നുമല്ല. ദൈവസാക്ഷിയായി ഞാൻ സത്യം ചെയ്ത് പറയാം, എന്തെങ്കിലും ഒരു ജോലി കിട്ടണമെന്ന ഒരൊറ്റ ആഗ്രഹമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആദ്യമായി ഈ സിറ്റിയിൽ വന്ന ശേഷം ഞാൻ അലഞ്ഞത് മുഴുവനും ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു. ചേച്ചിക്കൊപ്പം വന്നപ്പോഴും അതിനല്ലേ ഞാൻ ചോദിച്ചേ. ഡോക്ടറിനെ പരിചയപ്പെട്ടപ്പോഴും എന്റെ ആഗ്രഹമായി പറഞ്ഞത് അത് മാത്രമായിരുന്നു. മറ്റൊരു ചിന്തയും എന്റെ മനസ്സിലില്ല. ചേച്ചി ഇതൊന്നും മനസ്സിലാക്കണം. ഇപ്പൊ ചേച്ചി ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ വിവാഹത്തിന് സമ്മതം പറഞ്ഞിരിക്കാം. ഡോക്ടറിനെ പോലൊരു മനുഷ്യന്റെ കുടുംബത്തിൽ ചെന്ന് കയറാൻ ഒരു യോഗ്യത എനിക്കില്ല. അതിന്റെ കുറ്റബോധം എനിക്കുണ്ട്. എങ്കിലും ചേച്ചി പറഞ്ഞത് ഞാൻ അനുസരിക്കാം. ഇനി ചേച്ചി മംഗലശ്ശേരിയിലേക്ക് വന്നേ പറ്റൂ. നീ ഇത് അവളോട് ആവശ്യപ്പെട്ടിട്ടാ ഇവള് ഗോവിന്ദിന് പ്രതീക്ഷ നൽകിയിരിക്കുന്നത്. ഇനി നിനക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല ശ്രീകുട്ടി. ഗോവിന്ദിന്റെ വീട്ടുകാരും കല്യാണത്തിന് തയ്യാറായി കഴിഞ്ഞു. ഇവള് കല്യാണം കഴിച്ചു പോകുമ്പോഴേ നമ്മുടെ പ്രശ്നം തീരുവല്ലോ. ഇവള് കല്യാണം കഴിച്ചതുകൊണ്ട് എന്റെ പ്രശ്നം എങ്ങനെ തീരാനാ? അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞതോ? നീ ചെയ്തതേ ഞാനും നിന്നോട് ചെയ്തിട്ടുള്ളൂ. വിശ്വാസവഞ്ചന. അതെവിടെ ആർക്കും പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇത്രയൊക്കെ ഞാനും ചെയ്യണ്ടേ? സ്വാതി, നിക്ക്. കുഞ്ഞ് നിന്റെ ഉദരത്തിൽ തന്നെയാണ് വളരുന്നെന്നുള്ളത് ശരി തന്നെയാ. പക്ഷേ ആ കുഞ്ഞിന്റെ അച്ഛനായി എനിക്കും അതിൽ അവകാശമുണ്ട്. ഏതൊരു കുഞ്ഞിന്റെ അവകാശി അമ്മയാ, അമ്മ മാത്രം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി നീ ശബ്ദിച്ചു പോകരുത്. ഞാനൊരു അച്ഛനാ. നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ തള്ളിപ്പറയാൻ എന്റെ മോള് വളർന്നെങ്കിൽ നിന്റെ അച്ഛനായ എന്നെ നീ തള്ളി പറഞ്ഞേക്കണം. മത്സരിക്കാനും വാശി പിടിക്കാനുമുള്ള കാലമൊക്കെ കഴിഞ്ഞെന്നുള്ള വിവരം എന്റെ മോൾ ഇനിയും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ നീ മാത്രമല്ലെന്ന് ഇത് ഞാൻ നിന്നോട് പലവട്ടം ഓർമ്മപ്പെടുത്തിയതാ. വ്യത്യസ്ത സ്വഭാവക്കാർ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ആദ്യകാലമൊക്കെ സ്വരച്ചേർച്ച ഉണ്ടാകും. പിന്നീട് പരസ്പരം സഹിക്കാൻ കഴിയാതെ വരും. ആ സമയം അവരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് കുടുംബമാണ്, കുഞ്ഞുങ്ങളുമാണ്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഫാമിലി കോർട്ടുകളുടെ എണ്ണം കൂടിയനെ. അവൾ അത്ര പെട്ടെന്ന് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചെല്ല്. മോള് ഗോവിന്ദന് കൊടുത്ത വാക്ക് ഒരിക്കലും മാറ്റി പറയരുത്. ചേച്ചി വരാതെ ഞാനിവിടുന്ന് പോവില്ല. നിങ്ങൾ പൊയ്ക്കോ.
ലച്ചു, നിന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോവാൻ ഞാൻ തയ്യാറല്ല. എഴുന്നേക്ക്, വാ നമുക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. നീ വരും. നിന്റെ ചേച്ചി നിന്നെ തള്ളി പറഞ്ഞോടെ നിനക്ക് ഈ വീടുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി എന്ത് പറഞ്ഞു നീ ഇവിടെ ഇരിക്കുന്ന? ഇനി ആരാ നിനക്കിവിടെ ഉള്ളത്? എഴുന്നേക്ക്, എടി എഴുന്നേക്കാൻ. എടി എഴുന്നേക്കാൻ. അങ്ങളെ, ഇനി ഇതും പറഞ്ഞ് ഞാൻ ഈ വീടിന്റെ പടി കയറില്ല. അവൾ എന്റെ കൂടെ ജീവിച്ചില്ലെങ്കിലും ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ ശരിയായിട്ട് ഞാൻ കരുതും. എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്റെ വിധി. ലച്ചു, ലച്ചു വാ പോവാം. ആ മോനെ, ചേച്ചി വാ. അങ്ങളെ ശരി. സ്വാതിക്കായിരിക്കോ? വാ. ഏത് വെറുപ്പിനെയും സ്നേഹം കൊണ്ട് മായ്ച്ചു കളയാമെന്ന് എൻ്റെ മോള് വീണ്ടും തെളിയിച്ചു. ചേച്ചിക്കും മേലെയാണ് അവൾക്കുള്ള സ്ഥാനം. സംശയിക്കണ്ട, ഞാൻ പറഞ്ഞതേ എൻ്റെ രണ്ടാമത്തെ മകൾ അമ്മൂനെ പറ്റിയാ. വീണ്ടും ഇവിടേക്ക് വരുമെന്ന് കരുതിയതല്ല. പക്ഷേ എന്റെ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് വരേണ്ടി വന്നു. എത്ര നാൾ ഒരു വിഡ്ഢിയെ പോലെ കഴിയേണ്ടി വന്ന വീടാണിത്. വേണ്ട, ഇനി ഒന്നും ഓർക്കാതിരിക്കുന്നത് നല്ലത്. ഇപ്പൊ നീ തനിച്ചല്ല സ്വാതി,
നിന്റേത് മാത്രമായ തീരുമാനങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. ഒരമ്മയാവാൻ പോകുന്നവളാ നീ. ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മുന് മാത്രമേ ശ്രീകുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂന്ന്. നിനക്കതിന് കഴിഞ്ഞല്ലോ. ഒരുപാട് സന്തോഷമായി മോളെ. ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ എങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. ശ്രീകുട്ടി എടുത്ത നിലപാടാ ശരിയായത്. അവൾ ഇങ്ങോട്ട് വരാൻ വെച്ച ഡിമാൻഡ് നീ അംഗീകരിച്ചല്ലോ. ഞാനത് തള്ളിക്കളയുന്ന സത്യത്തിൽ ചേച്ചി കരുതിയത്. അതിൽ പിടിച്ചു നിൽക്കാന്നും ചേച്ചി കരുതി കാണും. ചേച്ചിക്ക് വേണ്ടി പ്രാണൻ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന അനിയത്തിയുടെ കാര്യം ചേച്ചി ഓർത്തു കാണില്ല. അതെ, ആശയും മൂസ തിരുമേനയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് വിവാഹം തീരുമാനിക്കാൻ അവനിങ്ങോട്ട് വരുന്നുണ്ടെന്നോ? ഞാൻ ആശയെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഇത്ര പെട്ടെന്ന് വേണമായിരുന്നു അമ്മേ. അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം മോളെ. ശ്രീകുട്ടി വന്നിരിക്കുന്നത് പാതി മനസ്സുമായിട്ടാ. മോളെ, ഇനി കവിത എന്തൊക്കെ പറഞ്ഞ് ശ്രീകുട്ടിയെ വഴിതിരിച്ചു വിടുമെന്ന് എനിക്കറിയില്ല. ശ്രീകുട്ടിക്കൊരു ദുർബുദ്ധി തോന്നുന്നതിന് മുൻപ് നിന്റെ വിവാഹക്കാര്യത്തിൽ വീട്ടുകാർ തമ്മിലൊരു തീരുമാനം ഉണ്ടാവണം. അവരെത്തിന്ന് തോന്നുന്നു. ഞാൻ ചായക്ക് വെള്ളം വെക്കാം. എല്ലാം ഒന്ന് കലങ്ങി മറിഞ്ഞ ദിവസമല്ലേ. തിരുവനയിരിക്കൂ. വരൂ, ഇരിക്കൂ. ഇരിക്കെ. നമസ്കാരം. വീണ്ടും നല്ലൊരു കാര്യവുമായി വരേണ്ടി വന്നു. സ്വാതി ഇവിടെ. അവളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. മോളിപ്പം വന്ന് കയറിയതേ ഉള്ളൂ. റൂമിലേക്ക് പോയിരിക്കുക. ഓ, ബെഡ് റെസ്റ്റ് ഒക്കെ വേണ്ടി വരുന്ന സമയല്ലേ? കേട്ടോ സഞ്ജു, അവളുടെ മനസ്സ് എപ്പോഴും സന്തോഷത്തോടെ കൊണ്ടുപോകണം. ദേ ശ്രീകുട്ടി വരുന്നുണ്ട്. മാമോളെ. തിരുമേനി നന്നായി വരട്ടെ. മോളവിടെ ഇരിക്കേ. ഇരിക്കേ. നിന്നെ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി മോളെ. ഒടുവിൽ നീ എന്റെ മനയിലേക്ക് വന്നത് ഓർമ്മയുണ്ടോ? ഇടത്തും വലത്തും നിന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന രണ്ടുപേർ, പിന്നിൽ നെഞ്ചുപൊട്ടിയ അച്ഛനും അമ്മയും. എനിക്കത് മറക്കാൻ കഴിയില്ല തിരുമേനി. കാലുകൾ നിലത്തുകുത്തി ഒന്ന് നിൽക്കാനുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതേ മോളെ, രോഗം നമ്മുടെ മത്സരബുദ്ധി കെടുത്തിക്കളയും. ആരോഗ്യം നമ്മളെ മത്സരബുദ്ധിയിലേക്ക് കൊണ്ടുവരും. പിടിവാശി അഹങ്കാരിയുമാവും. മോളൊരു വീഴ്ചയിൽ നിന്ന് കരകയറി വന്നതാ. വേദന തോന്നിയാലും കൂടെയുള്ളവരെ വെറുക്കാതെയും വേദനിപ്പിക്കാതെയും കൊണ്ടുപോകണം. തിരുമേനി എന്ത് മനസ്സിൽ വെച്ചാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്നിൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നന്നായി വരും.
വാ മോളെ കൊടുക്ക. തിരുമേനിക്ക് കൊടുക്കുമ്പോൾ തിരുമേനിക്ക് കൊടുക്ക. വേണ്ട, അവിടെ വെച്ചേക്ക്. ആ, നിങ്ങളെന്നും കൂടപ്പിറപ്പുകളായി തന്നെ ജീവിക്കണം മക്കളെ. അങ്ങനെയുള്ളു തിരുമേനി.